വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ കമ്മനഹള്ളിയിലുള്ള ഒരു ടാറ്റു സ്റ്റുഡിയോയിലാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലോങ് വേർഷൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ വന്നു സിസ്റ്റർ ടാറ്റു അടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചാടിക്കയറി വന്നതാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഈ ഒരു ഡിസൈൻ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചേച്ചിയും അനീത്തയും കൂടെ ഇങ്ങനെ ഹാർട്ട് തമ്മിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് നിൽക്കുന്ന ഒരു പിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൾറെഡി അടിച്ചിട്ടുള്ള എൻ്റെ 2 ടാറ്റൂസ്, ഒന്ന് എൻ്റെ കയ്യിലും അതുപോലെ തന്നെ എൻ്റെ ബാക്കിലായിട്ട് ഒരു ഈവിളയും അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വേറെ കുറച്ച് ഇതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തോട്ട് വന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അപ്പം ഞങ്ങൾ ഓർത്തു ഞങ്ങൾ സെലക്ട് ചെയ്തതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ സെയിം മാച്ചിങ് ടാറ്റു അടിക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യം തന്നെ നമ്മുടെ മാളമ്മയുടെ ചാൻസ് ആയിരുന്നു. അപ്പോൾ അവരത് വരച്ച് സെറ്റ് ചെയ്ത് കൈ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വരാൻ നേരത്ത് അതിൻ്റെ സെയിം മച്ച് കയ്യിൽ വരും. പിന്നെ രണ്ടാമത്തെ ചാൻസ് എൻ്റെ ആണല്ലോ. അപ്പോൾ എൻ്റെ കൈ ഇതുപോലെ ക്ലീൻ ചെയ്ത് എന്നിട്ട് അതുപോലെ തന്നെ ആ സെയിം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതേപോലെ തന്നെ അവർ പീൽ ചെയ്തെടുത്തു. ഇവള് സത്യം പറഞ്ഞാൽ 2025 ഒരു ചെറിയ കൊച്ചു സ്വപ്നം പറഞ്ഞതാണ് എന്നോട്. അതായത് ചേച്ചി നമുക്ക് ഒരുപോലത്തെ മാച്ചിങ് ആയിട്ടുള്ള ടാറ്റു അടിക്കണമെന്ന്. അപ്പോൾ ഈ തവണ പോയപ്പോഴത്തേനും ആ ഒരു ആഗ്രഹം അങ്ങ് നടത്തണം എന്ന് ഞാനും തീരുമാനിച്ചു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ അല്ലേ. ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്സ്. അതായത് അടുത്ത വർഷത്തേക്ക് വെക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വർഷം നടക്കണമെന്നില്ലല്ലോ, ഇപ്പം തന്നെ നടത്തിയേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് ടൈമാണ്. കാരണം ഫസ്റ്റ് ടാറ്റു ചെയ്യാൻ പോകുന്നത് മാളമ ആയതുകൊണ്ട് കിടക്കേണ്ട പ്ലേസൊക്കെ അവർ നല്ല രീതിയിൽ എന്താ പറയുക ക്ലീൻ ചെയ്തിട്ടാണ് മളമ്മനെ കിടത്തിയത്. മാളമ്മ ഭയങ്കര കൂളാണ് കേട്ടോ. സില്ലിയായിട്ടാണ് ആ ടാറ്റു അടിച്ച് സെറ്റ് ചെയ്ത് വന്നത്. അത് അത്രമാത്രം വേദന അവൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് അവൾക്കൊരു വേദന എടുത്തു. കാരണം ആ ഒരു ബൈസിൻ്റെ ഏരിയ ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പെയിൻ ഉള്ളൊരു ഏരിയ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ ടാറ്റു ഷോപ്പ് മുഴുവനും ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി നടന്നു. എനിക്കാണെങ്കിൽ ഇവരുടെ ഈ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതും ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ അവിടവും ഇവിടവും എല്ലാം കറങ്ങി നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ എടുത്തെടുത്തങ്ങ് നടന്നു. കാരണം ഒരു എന്താ പറയുക ഒരു വിൻറ്റേജ് എസ്തറ്റിക് ലുക്കുള്ള വീടുകളാണെങ്കിലും ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ആണെങ്കിലും ഇങ്ങനെ നടന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് തന്നെ എൻ്റെ കുറച്ച് മിറർ സെൽഫീസും കാര്യങ്ങളും ഒക്കെ എടുത്തു. കാരണം ഇനി അടുത്തത് എൻ്റെ ഓപ്ഷനാണല്ലോ. അതായത് ഞാനാണല്ലോ ഇനി അടുത്തത് ടാറ്റു അടിക്കാൻ കയറേണ്ടത്. അങ്ങനെ പതിയെ എൻ്റെ അവസരം വന്നപ്പോൾ അവരിതുപോലെ തന്നെ ടേബിളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് നേരെ എന്നെ അങ്ങ് ഇരുത്തി. നീ എന്നെ കെട്ടിച്ചത് അങ്ങനെ ടാറ്റു അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ കിളി പാറിപ്പോയി. അതുപോലെ എനിക്ക് നല്ല പെയിനായിരുന്നു. നല്ലൊരു 8ൻ്റെ പണി എനിക്കിട്ട് തന്നിട്ട് എൻ്റെ കാലിൻ്റെ കീഴെ നിന്ന് ചിരിക്കണം. ഒറ്റ ചവിട്ടിച്ച് കൊടുക്കാൻ എനിക്കപ്പോൾ തോന്നിയത്. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എന്തായാലും ടാറ്റു അടിച്ച് തുടങ്ങി. ഇത് എന്തായാലും ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളല്ലോ. പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് സ്വന്തമായിട്ട് തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എൻ്റെ ധൈര്യം കയ്യിൽ നിന്ന് വിട്ടുപോയി. കാരണം പിന്നെയും വേദനയായി തുടങ്ങി. ബ്രേക്കൊക്കെ എടുക്കണമെന്ന് ചോദിച്ചതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ബ്രേക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പരിപാടി അങ്ങ് തീർത്തോ, അതാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ചേച്ചി കറക്റ്റായിട്ട് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ടാറ്റു അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നെ മാളമ്മേനെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ടാറ്റാ.